അപ്പോൾ മാക്സിമം ഗ്രൂപ്പിൻ്റെ ചിന്ന ടൂർ ഇവിടെ ഏകദേശം അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ ബാക്കി വിശേഷങ്ങൾ പറയുന്നുണ്ട്, തീർന്നിട്ടില്ല. അപ്പോൾ ഫോണിൽ ചാർജ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ തന്തപ്പൊടികളെ ഈ കയറ്റി കൊണ്ടോട്ടെ. ഹലോ അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റുകളൊക്കെ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, സപ്പോർട്ട് ചെയ്യുക. ഇവിടെ മാക്സ് 7 ടീമിൻ്റെ ടൂർ പ്രോഗ്രാം അവസാന ഘട്ടത്തിലേക്കാണ് ഗേസ്. നോക്കാം, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ 2 എയർ പിൻവളവ് കഴിഞ്ഞു, 3ാമത്തെ പിൻവളവിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 നമ്മൾ കയറി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ 3ാമത്തെ എയർ പിന്നിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കയറ്റത്തിൻ്റെ ഗൗരവം അറിയണമെന്നുണ്ടെങ്കിൽ ഇല്യാസിനെ ശ്രദ്ധിച്ചാൽ മതി. കണ്ടോ, അന്ന് അർത്ഥം കണ്ടാൽ നമുക്ക് മനസ്സിലാവും കയറ്റം എങ്ങനെയാണെന്നുള്ളത്. അല്ല സേക്കൊക്കെ കയറൂടാ. അപ്പോൾ 2-3 എയർ പിൻവളവ് കഴിഞ്ഞു. അടുത്ത് നമുക്ക് എങ്ങനെ നോക്കാം. കയറ്റം കയറി വരും കേട്ടോ. ഓ കയറി വരും, ഓൻ കയറി വരും, അമിതാക്ക കയറി വരും. എത്തിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ പോരെ പയ്യെ പോയിട്. സീക്രം ബാക്കി കൊഞ്ചം ദൂരം. അപ്പോൾ അടുത്ത എയർപിന്നെ അപ്പോൾ അടുത്ത എയർപിൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. 5-6 ഇപ്പോൾ എല്ലാവരും ഭയങ്കര റെങ്കിൽ ഇറങ്ങിപ്പോട്ടോ. കയറി വരുമ്പോൾ എന്താണെന്നുള്ളത് കണ്ടറിയണം. അല്ല നിങ്ങൾക്ക് എന്താ വെള്ളം എന്താ വേണ്ടേ? ഹോർലിക്സ് വേണോ? കുറച്ച് ഓക്സിജൻ വേണം. വല്ല രക്ഷയുണ്ടോ? ആ തീർന്നല്ലോടാ, എത്തിയല്ലോടാ, ഫിനിഷിംഗ് പോയിന്റിലെത്തിട്ടോ ഗേസ്. അല്ല എന്നാലും നമുക്ക് ആശ്വാസമായില്ലേ. നമുക്ക് ഇതിന്റെ ദൂരം അറിയില്ലല്ലോ. അപ്പൊ നമ്മള് ചങ്കളൊക്കെ കുഴങ്ങിയെന്ന് അറിയണ്ടോ. ഞാൻ ഇതുവരെ ഇരുന്നിട്ടില്ല, ഇനി ഇരിക്കാൻ കരുതിയിട്ടില്ല. കയറുന്നത് കയറിക്കോളി. അപ്പോൾ തന്നെ ഇവിടുത്തെ വൈബ് കേട്ടോ. ഈ വെള്ളം അവിടെ പോയി ചാടുന്നതാണ് വെള്ളച്ചാട്ടം. അതിനെന്ത് വേണം, ഒരു 5-6 പിൻവളവ് കയറി ഇറങ്ങി അങ്ങനെ പോകണം, ഇറങ്ങി കയറി വരണം. അതിനതിൻ്റെ സെറ്റപ്പ് ഉണ്ടോ. ജമാലുദ്ദീൻ ഷാഖ വരുന്ന വരവുണ്ടോ, ഒരു വൈക്കയക്കണ. ഈ കുറേ ആൾക്കാർ വരാണ്ട്, കുറേ ആൾക്കാർ ഇറങ്ങിയിട്ടില്ല കേട്ടോ. പകുതി ആൾക്കാർ ഇറങ്ങിയില്ലല്ലോ അല്ലേ? പകുതി ആൾക്കാർ. അപ്പോൾ മാക്സ് 7ൻ്റെ കൂട്ടത്തിൽ പകുതി ആളുകൾ ഇറങ്ങി കയറിയിട്ടുണ്ട്, പകുതി ആളുകൾ ഇനി ഇറങ്ങാൻ കിടക്കുക കേട്ടോ. അവർക്ക് പ്രായാധിക്യം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അവരെ നമ്മൾ ബുദ്ധിമുട്ടിച്ചിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ ഒന്ന് കയറി ഇറങ്ങിയാലേ പിന്നെ ഒരാഴ്ച മാക്സ് 7ൽ വരണമെന്നില്ല, ലീവ് എടുത്ത് വീട്ടിലിരിക്കാം. ആണോ, ജമാൽ ഭായിയൊക്കെ ഒരു മിലിറ്ററി ടച്ചുള്ള ആളാണ്. ആൾ പോലും സുല്ലിട്ടു എന്ന് പറഞ്ഞേ. എവിടെ അടുത്ത നമ്മളെ ചങ്കമണികൾ വന്നു. എന്താ പ്രശ്നം ഇതൊക്കെ ഇവിടെ പറഞ്ഞ എന്താ പ്രശ്നം? മടുത്തോ, വൈകിയോ? പറയിപ്പിച്ചത് ഞങ്ങളെ സാറയില്ലേ? അവിടെ പോയിട്ടില്ലേ? ഇവിടെ വന്നിട്ട് നമ്മൾ ഇറങ്ങി കയറിയില്ലെങ്കിൽ എന്താ കഥ? പിന്നെ മുതലല്ലോ. അതിലെന്ത് വന്നാലും വേണ്ട. അതിരപ്പള്ളിയിൽ പ്രായമുള്ള ആളുകൾക്ക് ഇഷ്ടംപോലെ ഇറങ്ങിക്കാറുണ്ട്. അവരൊക്കെ പവറാണ് നമ്മൾ. അപ്പോൾ എല്ലാവരും ചിന്തിക്കുക, ഇവിടെ വരിക, അടിച്ചു പൊളിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത പരിപാടി എന്താണെന്നുള്ളത് പ്ലാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് നടക്കുമെന്നറിയില്ല. തൃശ്ശൂർ മൃഗശാലയ്ക്കാണ് ഉദ്ദേശിക്കുന്നത്, ടൈം കിട്ടുമെന്നറിയില്ല. ബാക്കി നമുക്ക് എന്താ നടക്കുന്നത് നോക്കാം. ഓക്കെ. വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങി അവിടുന്ന് മുകളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ആളുകളൊക്കെ ഏകദേശം എത്തിയിട്ടുണ്ടോ? അപ്പോൾ നമ്മളെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്യണം. വണ്ടി വരും. കോർഡിനേറ്റർ എന്താ വിശേഷം?
അടിപൊളിയല്ലേ? ബാക്ക് സെവന്റെ പവർ ടീമാട്ടത്. ഒന്നൊന്നര സംഭവമാണ്. ഈ കാക്കൊക്കെ ആ കുണ്ടിലിറങ്ങിയിട്ട് ആ വെള്ളച്ചാട്ടം കണ്ടു പോകും. മാഷാ അല്ലാഹ്, അത് പോരെ, മുതലായില്ലേ? ഇതിലേറെ എന്താ വേണ്ടേ? ടൂറിന്റെ മെയിൻ കോർഡിനേറ്റർ. അപ്പോൾ കേസ് ഒരുപാട് പ്രായം ചെന്ന ആളുകളൊക്കെ ആ ഒരു വെള്ളച്ചാട്ടം ഇറങ്ങി കണ്ടു തിരിച്ചു കയറി. നമ്മൾ അത്ഭുതപ്പെടുത്തിയൊരു സംഭവം തന്നെയാണ്. കാരണം അതൊക്കെ മാക്സ് 7ൻ്റെ ഒരു വല്ലാത്ത പവറാണ്. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ പരിപാടി അവസാനിപ്പിച്ചു. അടുത്ത് നമ്മൾ ചാവക്കാട് ബീച്ചിലേക്കാണ് യാത്ര കേട്ടോ. അപ്പോൾ അതിൻ്റെ വൈബാണ് ഈ കാണുന്നത്. ബസ്സിലെ യാത്ര. സന്തോഷം. നമ്മൾ കല്ലേറ്റും കരാറുന്ന സ്ഥലത്തുള്ളത്. നമ്മളിനി ചാവക്കാടല്ലേ ഓണ് ബീച്ചിലേ? അപ്പോൾ നമ്മളടുത്ത് ചാവക്കാട് ബീച്ചിലേക്കാണ്. ഏതായാലും ഇപ്പം ഒന്ന് മെനക്കെട്ടോ. രാത്രി 12 മണിയാണെങ്കിൽ ആവും വീട്ടിൽ എത്തുമ്പോൾ. സാറില്ല. അതെ, അപ്പം ഞങ്ങളിവിടെ സെലക്ക് ഇറങ്ങിയതാണ്. നിസ്കരിക്കാൻ പള്ളി കണ്ടപ്പോൾ ഇറങ്ങിയതാണ്. പറഞ്ഞോളൂ, നിങ്ങൾ പറഞ്ഞോളൂ. എന്താ പറയുക? നിങ്ങൾ അവതരിപ്പിച്ചോളൂ. എന്ത് വിഷയം പറയാം. ഇത് ലൈവാണ്. ഇത് ലൈവാണ്. നിങ്ങൾ പറഞ്ഞോളൂ, നിങ്ങളെ വിഷയം പറഞ്ഞോളി. ആ, അത് എനിക്ക് വീട് ചെല്ലണം. വൈഫൈ വേണം. ഈ നെറ്റിൽ നമുക്ക് അപ്ലോഡ് ആകാൻ കഴിയില്ല. വൈഫൈ വേണം. ഞാൻ വീട്ടിൽ ചെന്നിട്ടേ സെറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ ഇനി അടുത്ത യാത്ര തുടരുകയാണ് ഇൻഷാ അല്ലാ. നമ്മൾ ചാവക്കാടാണ്. ചാവക്കാട് ബീച്ചിലാപ്പുള്ളത് കേട്ടോ. ഒരു വൈബിന് ഇറങ്ങിയതാണ്. അതിരപ്പള്ളിയിൽ നിന്ന് കഴിഞ്ഞ് നേരെ ചാവക്കാട് വന്നു. 75-80 കിലോമീറ്ററോളം വണ്ടി ഓടിയിട്ടാണ് വീണ്ടും ചാവക്കാട് വരുന്നത്. ഇനി അവിടുന്ന് അല്ല, നിങ്ങൾ നേരത്തെ പോരെ അവിടുന്ന് ബിസ്ക്കറ്റ് കച്ചിട്ടേക്ക് പോന്നു. അതാണ് സംഭവം. ബിസ്ക്കറ്റ് കച്ചിട്ടേക്ക് പോന്നു. അത് നിങ്ങൾക്ക് കിട്ടിയില്ലേ? വീരാഗ് കിട്ടിയില്ലേ? പറഞ്ഞേ. ആ, ചാവക്കാട് ബീച്ച്. ചാവക്കാട് ബീച്ചിലാണ് ഇപ്പം. ബീരജപ്പിലൊന്ന് മീൻ അവിടെ ഉണ്ടാകും. നോക്കാം നമുക്ക്. മീനെ ഏത് ഭാഗത്ത് ഉണ്ടാവും അന്വേഷിക്കാം. അപ്പം കേസ് ചാവക്കാട് ബീച്ച് നല്ല വൈബ് ഉണ്ട് അവിടെ. ഒരുപാട് സംഗതി. രാത്രി സ്പെഷ്യൽ പരിപാടികളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പോൾ കേസ് നമ്മൾ ചാവക്കാട് ബീച്ചിലാണ് ഇപ്പോൾ ഉള്ളത്. നല്ല ഫ്രഷ് മീനാണെന്ന് ഇവർ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് കണ്ടാലറിയാം ഇത് ഫ്രഷ് അല്ല, ഇത് രാവിലെ വന്ന മീനാണ്. പക്ഷേ എന്തോ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കുറച്ച് ആളുകൾക്ക് വാങ്ങണമെന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു. അപ്പോൾ അവരവരുടെ ഇഷ്ടം പോലെ ചെയ്യട്ടെ എന്ന് നമ്മൾ വിചാരിച്ചു. അപ്പോൾ പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വൈകുന്നേരം കുറച്ച് നേരത്തെ എത്തണമായിരുന്നു. സായം സന്ധ്യയിൽ എത്തണമായിരുന്നു. കുറച്ച് ഇരുട്ടായി പോയി. അപ്പോൾ നമുക്ക് നല്ലൊരു വൈബ് എന്നുള്ളൊരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു. അത് നമുക്കിവിടെ ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ ചുമ്മാ ഒന്ന് ചുറ്റിക്കറങ്ങുകയും മീനും കാര്യങ്ങളൊക്കെ ഒന്ന് കാണുകയൊക്കെ ചെയ്തു. അപ്പോൾ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ വാങ്ങാം എന്നുള്ളൊരു കണ്ടീഷനായി. അങ്ങനെ കുറച്ച് ആളുകൾക്ക് മീൻ വാങ്ങുന്നുണ്ട്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ കെട്ടിയാൽ കവറിൽ ഐസ് ഉണ്ട്. അല്ല, പുറത്തേക്ക് ഇറങ്ങും. കഷ്ണമീനുള്ള കഷ്ണമീൻ അത് ഫുള്ളെടുത്ത് ഇപ്പോൾ ചാവക്കാട് ബീച്ചിൽ വന്നപ്പോൾ ഇപ്പോൾ നടക്കുന്ന കാഴ്ചകളാണ്. കുട്ടികൾക്കൊക്കെ ചെറിയ എൻജോയ്മെൻറ്റിനുള്ള സംഗതികളൊക്കെ ഇവിടെ ഉണ്ട്. ബീച്ചിന് ചാരിയുള്ള മണൽ ഗ്രൗണ്ടിൽ ഒരുക്കിയിട്ടുള്ള സംവിധാനങ്ങളാണ് ഇതൊക്കെ. ഞങ്ങൾ അതിരപ്പള്ളി, വെള്ളച്ചാട്ടം, വായച്ചാൽ, അങ്ങനെ പോരുന്നവയ്ക്ക് വേറൊരു പാർക്കൂടിയും കയറി ഒക്കെ ഇറങ്ങിയിട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോൾ ഇച്ചിരി വൈകിപ്പോയി. 7:15 ഇവിടെ എത്തുന്നത്. സമയം 7:30 ഉള്ളിലെത്തി. ഇത്രയും ദൂരം ഓടി വരണ്ടേ. സംഭവം എന്താ വെച്ചാൽ ചെറിയൊരു വൈബ്, അത്രേ ഉള്ളൂ. ബീച്ചിൻ്റെ ആ ഒരു ഭംഗിയും കാഴ്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ വരുന്നത് കേട്ടോ.
ഒത്തിരി ആളുകളൊക്കെ ഉണ്ട്, പക്ഷെങ്കിലും ഒരു സെറ്റപ്പൊക്കെ ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇവിടെ നിന്ന് 8:30 ആകുമ്പോൾ വണ്ടി എടുക്കും കേട്ടോ. ചാവക്കാട് കടപ്പുറത്ത് ഇരിക്കുമ്പോൾ മാക്സ്-7 ടീമിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചതാ എല്ലാവരും. സമയം 8:30 മണിയായിപ്പോൾ. ഞങ്ങളിപ്പോൾ 9 മണിയാകുമ്പോഴേക്കും വണ്ടി കയറും, യാത്രയാവും. അപ്പോൾ ഞങ്ങൾ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കുറച്ച് സമയം നല്ല കാറ്റ് വൈബൊക്കെ കൊണ്ടിരിക്കുകയാണ്. കടപ്പുറത്തിൻ്റെ വൈബാണ്. നമ്മുടെ നാട്ടുകാർ, സുഹൃത്തുക്കള്, കാരണന്മാർ, ചങ്കുകൾ എല്ലാവരും ഒരുമിച്ചിരിക്കുകയാണ് ഇവിടെ. നമ്മൾ എൻജോയ് ചെയ്യുക, ആഘോഷിക്കുക, ഹാപ്പിനെസ്, ഇതിനാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഞങ്ങൾ ഹാപ്പിനെസ്സിലാണ്. നമ്മളെ മുത്തുമണികളെല്ലാവരും ഉണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മൾ കുറച്ച് കഴിഞ്ഞ വണ്ടി കയറും. പിന്നാളെ മാമ്പഴം മാക്സ്-7 കൂട്ടായ്മയുടെ ടൂറ് പ്രോഗ്രാം ഏകദേശം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ തിരിച്ചുള്ള യാത്രയിലാണ്. പോരുന്ന വഴിക്ക് ഒരുപാട് ഗായകർ നമ്മളെ കൂട്ടത്തിലുണ്ട്. മുജീബ്, ഇബ്രാഹിം കുട്ടി, ആഷിഖ്, റസാഖ് ഭായ്, നമ്മളെ ചങ്കുകൾ എല്ലാവരും ഗായകരാണ് കേട്ടോ. ആരും മോശക്കാരല്ല. അക്ബർ അലി, മാനു സാഹിബ്, മുളയത്ത്, അഷ്റഫ് ഖാ, അങ്ങനെ ഒരുപാട് പേര് ഒരുപാട് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. സന്തോഷത്തോടു കൂടി അടിപൊളി. അപ്പോൾ വരുന്ന വഴിക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ ഇറങ്ങി. നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടു, അവിടെ കയറി. മാഷാ അല്ലാഹ് നല്ല അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. നല്ല അൽഫാമിൻ്റെ ചിക്കനും, അടിപൊളി ബിരിയാണി, മന്തി റൈസും, ചായ, ചപ്പാത്തി, ഉബ്ബൂസ്, എന്ത് വേണമെങ്കിലും ആർക്കും കഴിക്കാം. അങ്ങനെ വിഷയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഞങ്ങളെ കൂട്ടായ്മ അങ്ങനെയാണ്. അങ്ങനെ ആർക്കും കണക്കും കഴിയുന്നുണ്ടായിരുന്നില്ല. എല്ലാവരുടെ ഇഷ്ടത്തിന് ഫുഡൊക്കെ കഴിച്ച് ചായയൊക്കെ കുടിച്ചിട്ട് സന്തോഷത്തോടു കൂടി ഞങ്ങൾ മടങ്ങുക എന്നുള്ള തീരുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കോർഡിനേറ്റർമാരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര സർവീസ് എന്ന് പറഞ്ഞാൽ മാഷാ അല്ലാഹ് അടിപൊളി സർവീസ്. ആർക്കും ഒരു വിഷമം ഉണ്ടാക്കാത്ത രീതിയിൽ എല്ലാവരെയും സന്തോഷിപ്പിച്ച് അവർക്കും എന്ത് വേണമെങ്കിലും കഴിക്കാം. നമ്മൾ ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കൊണ്ടുവരുന്നല്ലോ, ബിരിയാണി, 10 മണിക്ക് പൊറാട്ട ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് വേറെ ചിലവൊന്നും വന്നിട്ടില്ല. പോരുന്ന നേരത്തെ ഈ ഒരു ഭക്ഷണം, രാത്രിയിലെ ഭക്ഷണം, അത് പറയാതിരിക്കാൻ പറ്റില്ല. നല്ല അടിപൊളി. നമ്മളെ ചങ്ക് റസാഖൊക്കെ എങ്ങനെ കഴിച്ചു എന്ന് പറയാൻ പറ്റില്ല, അതുപോലത്തെ കഴിക്കലായിരുന്നു. എല്ലാവരും, മുജീബ് സാഹിബ് ആണ് ഇരിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്. എല്ലാവർക്കും സന്തോഷമായി, വളരെ റാഹത്തായി. ഭക്ഷണം കഴിച്ചതിൻ്റെ ഒരു സന്തോഷം അത് വേറെയാണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതിൻ്റെ ക്രെഡിറ്റ് നമ്മളെ കോർഡിനേറ്റർമാർക്കാണ്. അവർ നമ്മൾ അഭിനന്ദിച്ചേ പറ്റുള്ളൂ. നല്ല രീതിയിൽ പോയി വരാൻ കഴിഞ്ഞു, അൽഹംദുലില്ലാഹ്. പിന്നെ നമ്മളെ മാമ്പഴക്കാരെ എല്ലാവരും ഒരുമിച്ച് കൂടിയ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആരും ഭയങ്കര ഒരു അനുഭവം തന്നെയാണ്. നമ്മൾ ടൂറ് പോയി വന്ന് പിന്നെ ഇതാക്കാനോ എല്ലാത്തിനും കഴിയുന്നു. അതുപോലെ ഇനിയും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതുപോലെ പോകാൻ റബ്ബ് തൗഫീഖ്. കൂടുതലൊന്നും വേറെ ഒന്നും പറയാനില്ല. നല്ല അനുഭവം തന്നെ ആയിരുന്നു. ഇബ്രാഹിം കുട്ടി, അവർ 3 പേരുമാണ് ഈ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി ഇല്യാസും, അവർ 4 പേരുമാണ് ഈ യാത്ര സംഘടിപ്പിക്കാൻ വേണ്ടി മുന്നിലുണ്ടായിരുന്നവർ. ഒരുപാട് നന്ദി പറയുകയാണ് ഞാൻ അവർക്ക്. ഇത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അങ്ങനെ മാക്സ്-7 ടീമിൻ്റെ മമ്പുഴ ഗ്രൂപ്പ് എഡിഷൻ്റെ ടൂർ ഇവിടെ അവസാനിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഏകദേശം നമ്മുടെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ അഭിപ്രായങ്ങൾ, റിവ്യൂസ് നമ്മൾ കാണിച്ചിരുന്നു. പക്ഷേ നമുക്ക് എല്ലാവരെയും വീഡിയോയിൽ ഉൾപ്പെടുത്തുമ്പോഴേക്കും വീഡിയോ ലെങ്ത് കൂടും. അതുകൊണ്ട് കുറച്ച് ആളുകൾ മാത്രം അത്യാവശ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ, സൗണ്ടുള്ളത് മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ മറ്റാരൊന്നും വിചാരിക്കരുത്. അപ്പോൾ പറയുവാനുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അവസാന ഘട്ടത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടൂറുകളൊന്നും പോയിട്ടില്ല. പക്ഷേ 1, 2, 3 ടൂറുകളൊക്കെ ഞാൻ പോയിട്ടുള്ളൂ. അതിലെനിക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു നിമിഷമായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ മാമ്പുഴ ചില യുവാക്കളുടെ കൂടെ ഞാൻ ടൂർ പോയിരുന്നു. ഇന്ന് കാരണവന്മാരും യുവാക്കളും ചേർന്ന് ഒന്നിച്ചൊരു ടൂറിലും പോകാൻ പറ്റി. അൽഹംദുലില്ലാഹ്, വളരെ സന്തോഷം. ഞാനിതാ സന്തോഷത്തിൽ ആറാടുകയാണ്, തുള്ളിച്ചാടുകയാണ് കേസ്. കണ്ടോ നിങ്ങൾ ഞാൻ ചാടുന്നത്? ഞാൻ ഈ സത്യത്തിൽ ഇങ്ങനെയൊന്നും ആഘോഷങ്ങൾ ആഘോഷിക്കാറില്ല. ഞാൻ ഇന്ന് വളരെ സന്തോഷം തന്നെയാണ്. കാരണം എൻ്റെ ജീവിതത്തിലൊരു വലിയൊരു അനുഭവം, വലിയൊരു സന്തോഷവും വലിയൊരു സന്ദേശം കൂടിയാണ് ഞങ്ങളുടെ ട്രിപ്പ്. അപ്പോൾ മാക്സ്-7 ടീമിൻ്റെ ഈ ട്രിപ്പിന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. സന്ദേശം, സ്നേഹം, സാഹോദര്യം, നാടിൻ്റെ ഐക്യം എല്ലാം നിലനിർത്തി തന്നെ മുന്നോട്ട് ഞങ്ങളുടെ നാട് പോകും എന്നുള്ളതിന് തെളിവും കൂടിയാണ് ഞങ്ങൾക്കിത്. ഒരുപാട് സന്തോഷം. ഇതിനകത്ത് കോർഡിനേഷൻ ചെയ്ത മുജീബ്, ഇബ്രാഹിം കുട്ടി, ഇല്യാസ്. മുജീബ് നമ്മുടെ മാക്സ്-7ൻ്റെ മാസ്റ്ററാണ്. അതുകൊണ്ട് മുജീബിനെ നമുക്ക് എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല. മുജീബിനോട് ഒരുപാട് നന്ദിയും കടപ്പാടും എല്ലാവർക്കും ഉണ്ട്. തീർച്ചയായിട്ടും അദ്ദേഹം രാവിലെ ഒരു ദിവസം പോലും ലീവാക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി അദ്ദേഹം എക്സർസൈസും വ്യായാമം ചെയ്യുന്ന ആളാണ്. പക്ഷേ അതിൻ്റെ പുറത്ത് മാക്സ്-7 ഗ്രൂപ്പിന് വേണ്ടി മാത്രം വന്ന് ഒരു മാസ്റ്റർ എന്നുള്ള നിലയ്ക്ക്
അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും അത് കണ്ടില്ല നടിക്കരുത്, എല്ലാവരും ഇത് മനസ്സിലാക്കുക. ഇനിയും മുജീബിനെ നമ്മൾ സപ്പോർട്ട് കൊടുക്കുക, മുജീബിനെ നമ്മൾ ഉഷാറാക്കി കൂടെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മാക്സിമം ഗ്രൂപ്പ് അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. അപ്പോൾ നമ്മുടെ നാട്ടുകാരായ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തിൻ്റെ ദിവസം നേരുന്നു. തീർച്ചയായിട്ടും നമ്മൾ ഇനിയും മുന്നോട്ട് ഇതുപോലെ ആഘോഷിക്കും. എല്ലാ ദിവസവും നമ്മൾ വ്യായാമത്തിൽ പങ്കെടുക്കുക, എല്ലാവരും പരമാവധി മാക്സിമം ചെയ്യാൻ പറ്റുന്നത്ര വ്യായാമത്തിൽ ചെയ്യുക, സന്തോഷങ്ങൾ പങ്കുവെക്കുക, സ്നേഹം പങ്കുവെക്കുക, നാടിൻ്റെ ഐക്യം മുന്നോട്ട് പോകുക. എനിക്കൊന്നു മാത്രമേ നിങ്ങളോടൊപ്പം പറയാം, സ്നേഹമാണ്. എല്ലാവരും ഒരേ മനസ്സിൽ എന്തൊക്കെ വിഷമങ്ങളും പ്രയാസങ്ങളും അതിനൊക്കെ ജീവിച്ചു അതിച്ഛലമായിട്ട് നമ്മൾ ഇതുപോലെ മുന്നോട്ട് പോവുക. അടുത്ത വർഷവും നമുക്ക് എല്ലാവർക്കും സന്തോഷം മാത്രം.